കഴിഞ്ഞ ദിവസം രാത്രി, അതായത് അർദ്ധരാത്രിയോട് അടുപ്പിച്ച് കേരള നിയമസഭയിലെ ഒരംഗത്തെ ഒരു വലിയ സീൻ സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ നിയമസഭ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ പി വി അൻവർ കുറെ നാളായി മാധ്യമങ്ങളിൽ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം ആദ്യം ജയിച്ചതും രണ്ടാമത് ജയിച്ചതും CPI LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടാണ്. LDF-ന്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതും വോട്ട് ചെയ്തത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അഭിപ്രായ ഭിന്നത, അത് മുഖ്യമന്ത്രിയുമായി പലവട്ടം സംസാരിച്ചിട്ടും അതൊരു ഒത്തുതീർപ്പിലെത്താതെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം CPM-ഉമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര MLA ആയി നിലകൊണ്ടു. കൂറുമാറ്റ നിരോധന നിയമം അദ്ദേഹത്തിന് ബാധകമല്ലാതിരുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചല്ല, സ്വതന്ത്രനായി സ്വതന്ത്ര ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അവരുടെ അനുഭാവികളുമാണ് അദ്ദേഹത്തിന് വോട്ട് ജയിപ്പിച്ചത് എന്ന മറ്റൊരു കാര്യം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ആർക്കും വിരോധമില്ല. അദ്ദേഹം സർക്കാരിന്റെ ഫോറസ്റ്റ് ഓഫീസ് അടച്ചിട്ടിരുന്ന ഫോറസ്റ്റ് ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അദ്ദേഹവും കൂട്ടരും പൂട്ട് പൊളിച്ച് അകത്ത് കിടന്ന് അവിടെ ചില നാശനഷ്ടങ്ങൾ വരുത്തി. അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നാരും പറയുന്നില്ല. എന്നാൽ അർദ്ധരാത്രി ഒരു വലിയ പോലീസ് സന്നാഹത്തോടുകൂടി തോക്കുധാരികളായ പോലീസുകാരടക്കമുള്ളവരുടെ ഒരു സന്നാഹത്തോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അത് പോലീസിന് അറിയാമായിരുന്നു. ഒരു സമൻസ് അദ്ദേഹത്തിന് എത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരാകുമായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും പറഞ്ഞതും ഇത് തന്നെയാണ്. അതിന് പകരമായി ഒരു വലിയ സീൻ സൃഷ്ടിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇത്രയധികം സീൻ സൃഷ്ടിച്ചത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? PV അൻവറുടെ രാഷ്ട്രീയ റേറ്റിംഗ് വർദ്ധിക്കുകയല്ലാതെ ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് കുറഞ്ഞതായിട്ട് ആർക്കും തോന്നുന്നില്ല. അതെന്തിനു വേണ്ടി ചെയ്തു? അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് നാശനഷ്ടങ്ങൾ വരുത്തിയതിന് കാരണമെന്ന് പറയുന്നത് ഒരു ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവിടെ പഠിക്കേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഉൾക്കാടുകളിൽ വസിക്കുന്ന കാട്ടാനകൾ നാട്ടൻ പ്രദേശത്തേക്ക് വരുന്നത്? അവരുടെ ആവാസ കേന്ദ്രമായ കാട് കയ്യേറിയത് ആരാണ്? അത് മനുഷ്യർ കയ്യേറിയത് കൊണ്ടല്ലേ വന്യമൃഗങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? ആ കാട് കയ്യേറിയ കൂട്ടത്തിൽ അൻവറിനെയും അൻവറിന്റെ കൂടെ ആ സമരത്തിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് പൂട്ട് പൊളിച്ചകത്ത് കിടന്ന് നാശനഷ്ടങ്ങൾ വരുത്തിയ പ്രവർത്തകരെയും
പ്രവർത്തകരെയും ഉൾപ്പെട്ടിട്ടുണ്ട് ആ കാട് കൈകാര്യത്തിൽ. അവരാ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ആർക്ക് നിഷേധിക്കാനാവില്ല. മാത്രവുമല്ല, അവരുടെ മുൻ തലമുറക്കാരാണ് ഇത്രയധികം കാട് കൈയേറിയത്. അതുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ കാടുകൾ മനുഷ്യർ കൈയേറി നശിപ്പിക്കുകയും അവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് നടക്കുകയും റബ്ബർ അടക്കമുള്ള കൃഷികൾ ചെയ്യുകയും ചെയ്തപ്പോഴാണ് കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ, കാട്ടുപോത്തുകൾ, പുലി, കടുവ തുടങ്ങിയ കാട്ടുമൃഗങ്ങളെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാനിടയായി. ഇവിടെയാണ് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ. ആനകൾ ഒരിക്കലും കാടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറോ നടക്കാറോ ഇല്ല. പല വന്യമൃഗങ്ങളുടെയും സ്വഭാവം അത് തന്നെയാണ്. ആനകൾ സഞ്ചരിക്കുന്ന സ്ഥിരം വഴികളുണ്ട്. അതിനെയാണ് ആനത്താരകൾ എന്ന് പറയുന്നത്. ഈ ആനത്താരകൾക്ക് സമീപം വേനൽക്കാലങ്ങളിൽ അവയ്ക്ക് കുടിക്കുന്നതിന് വേണ്ടുന്ന ജലം സംഭരിച്ചു നിർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വരാറുണ്ട്. ആ ഫണ്ട് വിനിയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരും സംസ്ഥാന ഫോറസ്റ്റും ആ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കരാറുകാര് ഒക്കെയാണ് ഈ പണം കൈപ്പറ്റിക്കൊണ്ട് ആനത്താരകൾക്ക് സമീപം ചെറിയ കുളങ്ങൾ കുഴിച്ച് ആ കുളങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നത്. ഇത് കാടുകളിലെ ആനത്താരകൾക്ക് സമീപം കുഴിക്കുന്നതിന് പകരം റോഡോട് ചേർന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്ന കാടുകളിലാണ് ഈ കുഴികൾ കുഴിച്ച് വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ആനകൾ വേനൽക്കാലത്ത് ദാഹജലത്തിന് വേണ്ടി അലഞ്ഞ് അവിടെ ഈ കുളങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ ചുറ്റും അല്പം നോക്കുമ്പോൾ അല്ലെങ്കിൽ ചുറ്റും അല്പം നടന്ന് നോക്കുമ്പോൾ റോഡ് കാണുന്നു. റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നു. അവർ റോഡിൽ ഇറങ്ങി ഒന്ന് വിലസാമെന്ന നിലയിൽ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഏതെങ്കിലും മനുഷ്യർ ആ ആനയെ എറിയുകയോ അല്ലെങ്കിൽ കമ്പ് കൊണ്ടോ കല്ലോ എടുത്ത് എറിയോ മറ്റോ ഒക്കെ ചെയ്തിട്ട് ഓടി ഒളിക്കുന്നു. പിന്നീട് വരുന്ന മനുഷ്യരെയാണ് ആന കാണുന്നത്. നിരപരാധിയായ ആ മനുഷ്യ തന്നെ എറിഞ്ഞ മനുഷ്യൻ ആണ് ഈ കാണുന്നത് എന്ന തെറ്റിദ്ധാരണയിലാവാം ആന ഒരുപക്ഷെ ഈ നിരപരാധികളായവരെ ആക്രമിക്കുന്നത്. അങ്ങനെ പല വിധത്തിലും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. കാട്ടുതീ ഉണ്ടാവുന്നത് ചില പ്രദേശങ്ങളിൽ ചെറു മൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി തീയിടാറുണ്ട്. വനത്തോട് സമീപത്ത് താമസിക്കുന്നവർ അവരൊരു പ്രത്യേക സ്ഥലത്ത് വട്ടത്തിന് തീയിട്ടിട്ട് ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ടിരിക്കും. അതുവഴി വരുന്ന ചെറുമൃഗങ്ങളെ, മുയൽ പോലുള്ള, വലിയ എലികൾ പോലുള്ള, കാട്ടുകോഴികൾ പോലുള്ള അതുപോലുള്ള മറ്റു ചെറുമൃഗങ്ങളെ എല്ലാം അതുവഴി എടുത്തു ചാടി ഓടുമ്പോൾ ഇവർ ഒളിച്ചിരുന്ന് അമ്പെയ്യുകയും അല്ലെങ്കിൽ കെണി വെച്ച് പിടിക്കുകയും കൊണ്ട് അത് ആഹാരമാക്കി ഭക്ഷിക്കുകയുമാണ് ചെയ്യുന്ന ഒരു പതിവ് എല്ലാ മേഖലകളിലുമുണ്ട്. അത് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും കാട്ടുതീ ഉണ്ടാവുന്നത്. അത് നിയന്ത്രണത്തിന് അതീതമായിട്ട് ആ കാട്ടുതീ വളർന്ന് അത് കാടിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരാറുണ്ട്. അങ്ങനെ മനുഷ്യർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന, മാത്രമല്ല ഇതുപോലുള്ള ആന ആക്രമണങ്ങൾ, ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നവർ, കുത്തേറ്റ് മരിക്കുന്നവർ,
അവരെ കാടിന് സമീപം താമസിക്കുന്നവരായിരിക്കാം. അപൂർവമായിട്ട് അല്ലാത്തവരെയും ആക്രമിക്കുന്നുണ്ട്. വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നു, കൃഷികൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഇതിനെല്ലാം ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നതിനും ആ ഫണ്ടിന്റെ വിഹിതങ്ങൾ പറ്റുന്നതിനും ഒരു മാഫിയ തന്നെ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഒരു പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ വരുന്ന ഫണ്ടുകൾ, ആ ഫണ്ടുകൾ കൈപ്പറ്റി അതിൽ നിന്നും അടിച്ചു മാറ്റുന്ന തുകകൾ അത് ഈ സർക്കാർ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ പങ്ക് സർക്കാർ ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റുന്നുണ്ട്, ജനപ്രതിനിധികൾ കൈപ്പറ്റുന്നുണ്ട്, അതുപോലുള്ള മറ്റ് പ്രമാണിമാര് കൈപ്പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന യഥാർത്ഥ വസ്തുതകൾ. ഇതെല്ലാം മനസ്സിലാക്കി ഇതിന് അടിസ്ഥാനപരമായി ശാശ്വതമായ പരിഹാരം, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ശാശ്വതമായി പരിഹാരം കണ്ടെത്തുകയും അതുപോലെ തന്നെ കാടുകൾ കയ്യേറാതിരിക്കുന്നതിനും കയ്യേറുന്നവരെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കാനുമൊക്കെയുള്ള ആർജവം അത് സർക്കാരിനുണ്ടാകണം. ഫോറസ്റ്റിന്റെ ചുമതലയുള്ള മന്ത്രിക്കും ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാവണം. അതല്ലാതെ അതിന്റെ എല്ലാം വിഹിതം പറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം അവസാനിപ്പിക്കണം. അതിനെക്കുറിച്ച് നല്ല പഠനം നടത്തിക്കൊണ്ട് ഇത്തരം ആപത്തുകളെ എങ്ങനെ ചെറുക്കാമെന്നും ഇതിൽ നിന്നെല്ലാം മുതലെടുക്കുന്ന കരാറുകാരെയും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്നും ഒക്കെ പഠിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായി സുതാര്യമായി ഒരു പദ്ധതി, ഒരു പരിപാടി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കാനും വനങ്ങൾ സംരക്ഷിക്കാനും മിണ്ടാപ്രാണികളായ വന്യജീവികൾക്ക് വേനൽക്കാലത്ത് അവർക്ക് ലഭിക്കേണ്ടുന്ന ജലം അത് അവരുടെ ആവാസ കേന്ദ്രത്തിന് സമീപം തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.